എയ്ഡഡ് സ്കൂൾ നിയമനാംഗീകാരത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് തുല്യനീതി നടപ്പാക്കണമെന്ന് കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും വ്യക്തമാക്കി. കൊല്ലം രൂപത കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. കൊല്ലം രൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ജീവനക്കാരാണ് പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നത്. എയ്ഡഡ് സ്കൂൾ നിയമന അംഗീകാരത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉദ്യോഗസ്ഥരും കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും ഉടൻ അധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ചു നൽകണമെന്നും കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അഭിപ്രായപ്പെട്ടു. 1:1 അനുപാതം അനുസരിച്ചുള്ള നിയമനങ്ങൾ വൺ ടൈം സെറ്റിൽമെന്റ് എന്നായിരുന്നു സർക്കാർ ചർച്ചകളിൽ തീരുമാനമായത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഉത്തരവുകൾ ഗവൺമെന്റ് ഇറക്കിയതെന്നും ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പാക്കുന്നതിലും ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ നൽകേണ്ടത് ഗവൺമെന്റാണെന്നിരിക്കെ ഈ വസ്തുതകൾ മറച്ചുവെച്ച് ഭിന്നശേഷി സംവരണ കോടതി വിധിയെ മറയാക്കി ഇപ്പോൾ നിയമനാംഗീകാരം നൽകുന്നവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനാംഗീകാരം നൽകുന്നത്. ഇത് സ്വാഭാവിക രീതിയുടെ നിഷേധമാണെന്നും വ്യക്തമാക്കി. കൊല്ലം രൂപത കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. കൊല്ലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിനു തോമസ് അധ്യക്ഷത വഹിച്ചു. സർക്കാർ നിർദ്ദേശിക്കുന്ന തസ്തികകളിലേക്ക് നിയമന ശുപാർശ നൽകിയിട്ടും സാങ്കേതിക തത്വങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു. CSSA പ്രസിഡന്റ് ബെർണാൾഡ് ആർ, സെക്രട്ടറി സുമേഷ് ദാസ്, കിരൺ ക്രിസ്റ്റഫർ, ഷൈൻ കൊടുവിള, സിസ്റ്റർ റയ റെയ്നി റൈമണ്ട്, ജോസ് കാർലോസ്, ഡേവിഡ് ജോൺ, സൂസി മെവിൻ, ആഷ്ലി, അനു സേവ്യർ, മിൽട്ടൺ എലിസബത്ത്, ലിസി, രഞ്ജിത്ത്, ലയ എന്നിവരും യോഗത്തിൽ പ്രസംഗിച്ചു. അധ്യാപക അനധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം രൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ജീവനക്കാരാണ് പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നത്. ഷിക്കന ന്യൂസ്, കൊല്ലം.